ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള ചില റോസ് വെറൈറ്റീസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ചിലതെല്ലാം കുറേ പേരെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട് കാറ്റലോഗ് വഴിയും നമ്മുടെ ഷോർട്ട് വീഡിയോസ് വഴിയും. ഇത് ടെഡി ബിയർ റോസാണ്. ടെഡി ബിയർ റോസിൻ്റെ പ്രത്യേകത അത് വിരിഞ്ഞ് വരുമ്പോൾ നല്ല ചെങ്കല് കളറിലും കൊഴിയാറാകുമ്പോഴത്തേക്ക് ഈ ഒരു കളറിലേക്ക് മാറും. അതിൽ ചില പൂക്കൾ, ചില മൊട്ടുകൾ കാണാം. ആ ഒരു കളറാണ് അതിൻ്റെ ശരിക്കുള്ള കളർ. നമ്മുടെ ഒരു ക്രിക്രി റോസിൻ്റെയൊക്കെ ഒരു വെറൈറ്റിയാണ്. പൂക്കൾ അതിനേക്കാളും വലുതാണ്, ബിസ്ക്കറ്റ് കളറാണ്. ഇതും ക്രിക്രി റോസിൻ്റെ പോലെ ഇലകളുള്ള ഒരു റോസാണ്, പക്ഷേ അതിനേക്കാൾ വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള ഒരു പീച്ച് കളർ റോസാണ്. ഇതിനെ ഐശ്വര്യ എന്നാണ് അവർ പറയുന്നത്. നമുക്കതിൻ്റെ ശരിയായിട്ടുള്ള ഐഡിയ അറിയില്ല. ക്രിക്രി ഓറഞ്ച് റോസിൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനൊക്കെ ആയിട്ട് വരുമെന്ന് തോന്നുന്നു. അതേപോലെ വലിയ പൂക്കളാണ്, അതിനേക്കാളും വലിയ പൂക്കളാണ്, അതേപോലത്തുള്ള ഇലകളുമാണ്. അപ്പോൾ ഐശ്വര്യ റോസ് ഏതാനും പേരെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും കുറച്ചും കൂടി നമുക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഐശ്വര്യ റോസ്. നല്ല ഐഡിയ ഉണ്ടാകുമായിരിക്കും ഇതിനേക്കാളും. പിന്നെയുള്ളത് നമ്മുടെ കപ്പ് ഷേപ്പ് റോസാണ്. ഇത് പലരും പറയുന്നത് കേട്ടു, നേരത്തെ കണ്ടിട്ടില്ല എന്നുള്ളത്. പക്ഷേ നമുക്കിത് 2-3 തവണയായിട്ട് സെയിലിനായിട്ട് വരുന്നുണ്ട്. അതൊരു ക്ലൈമ്പിംഗ് ടൈപ്പാണെന്ന് തോന്നുന്നു. അതുപോലെയാണ് അതിൻ്റെ സ്റ്റെമ്മെല്ലാം ഇങ്ങനെ നേരെ വളഞ്ഞും ചരിഞ്ഞുമൊക്കെയാണ് ഉണ്ടാകുന്നത്. ബുഷായിട്ടും നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഏതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ് ഷേപ്പിലുള്ള, ശരിക്കും അതൊരു ഡിയർ റോസിൻ്റെയൊക്കെ ഒരു കപ്പ് ഷേപ്പ് പോലെ തന്നെയാണ്. ഇത് കോൺസ്റ്റൻസ് എന്ന വെറൈറ്റിയുടെ ഒരു സാമ്യമുണ്ട്. കോൺസ്റ്റൻസ് എന്നെല്ലാം ആദ്യമേ പറയുന്നുണ്ടായിരുന്നു. DA23 എന്നെല്ലാം പറഞ്ഞിട്ട് ഇതിനെ തമിഴ് സെല്ലേഴ്സ് എല്ലാം സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കത് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെപ്പോഴും ഇപ്പോഴും കപ്പ് ഷേപ്പ് എന്ന് തന്നെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു റോസ്. ഇത് ബാക്കിയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഉറപ്പിച്ചും പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് കാരണം നമുക്ക് കാറ്റലോഗ് വഴിയൊക്കെ കുറേ പേർ അത് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഓരോരുത്തരുടെ ഓർഡർ അനുസരിച്ച് എടുത്ത് വെച്ചാൽ മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. ഇത് നമ്മുടെ ഒരു പുതിയ ഇങ്ക് സ്പോട്ട് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് വെറൈറ്റിയാണ്. പക്ഷേ ഭയങ്കര സാഡ് തിങ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കളർ എൻ്റെ ഫോണിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ നോർമൽ ബ്ലാക്ക് വെറൈറ്റി അല്ല. ഇതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പെറ്റൽ ഫുള്ള് ബ്ലാക്കാണ്. ബ്ലാക്ക് എന്നാൽ മെറൂണിലേക്ക് പോകുന്ന നമ്മുടെ ബ്ലാക്ക് ലേഡി, മറ്റേ നോർമൽ ബ്ലാക്ക് ഉണ്ടല്ലോ, അതല്ല. ഇത് വേറെ. ഇത് ചില ആംഗിളിലൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടുന്നുണ്ടെങ്കിലും ശരിക്കും പൂവിൻ്റെ ഭംഗി കിട്ടുന്നേ ഇല്ല. ഇതിൻ്റെ കളറ് ശരിക്കും വേറെയാണ്. ഈ ഒരു കളറാണ് ശരിക്കും ഈ റോസിന്. ഇതേപോലെ പട്ട് പോലെ വെൽവെറ്റ് പോലെയൊക്കെ ഉള്ളതാണ്. ഇത് നമ്മുടെ തമിഴ് സെല്ലേഴ്സിൻ്റെ ക്യാമറയിൽ കളറാണ്. പിന്നെ നമുക്ക് കുറച്ച് ഫ്രാഗ്രൻസ് റോസുകളെല്ലാം ഇത്തവണ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതിലൊന്നാണിത്. പിങ്ക് ബ്യൂട്ടി എന്നെല്ലാം നമ്മളിതിനെ പറയാറുണ്ട്. ശരിക്കുള്ള പേരറിയില്ല. ഡയമണ്ട് പിങ്ക് എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അസാധ്യ മണമുള്ള റോസാണ്. മണമുള്ള റോസുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന റോസുകളിൽ ഒരാളാണ്. ഒരുപാട് പേരുണ്ട്, അതിലൊരാളാണ്. അസാധ്യമായിട്ടുള്ള മണമാണ്. ബെഞ്ചായിട്ടും പോകും, ഒറ്റയായിട്ടും പോകും. പിന്നെയുള്ളത് നമ്മുടെ പ്രിയതമ റോസാണ്. അത് നമുക്ക് എല്ലാ തവണയും വരാറുണ്ട്. അതുപോലെ ഇത്തവണയും വന്നിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ചെടികളാണ്. പ്ലാൻ സൈസ് ചോദിക്കുന്നവരുണ്ട്, പലരും ഉണ്ട്. പ്ലാൻ സൈസ് എന്താണ്, അന്ന് സൈസ് ഇട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ മെസ്സേജ് കാണുന്നത് വരെ വെയിറ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് മൊത്തത്തിൽ ഇതേപോലെ നമ്മുടെ പ്ലാൻ സൈസൊക്കെ കാണിച്ചിട്ട് പലപ്പോഴും വീഡിയോ ഇടാറുള്ളത്. പക്ഷേ എത്ര തവണ കാണിച്ചാലും ചിലപ്പോൾ പുതുതായിട്ട് വരുന്നവരായിരിക്കും. അവരെ വീണ്ടും നമ്മളോട് പ്ലാൻ സൈസ് ചോദിച്ചുകൊണ്ട് ഇരിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് അങ്ങനെ കൺവിൻസ് ചെയ്ത് ഇടാനായിട്ട് ചിലപ്പോൾ സാധിക്കാറില്ല. പെട്ടെന്ന് തീർന്നു പോകുന്ന വെറൈറ്റിയൊക്കെ പ്ലാൻ സൈസ് ചോദിച്ചിരിക്കുന്നവരോട് പറയാനുള്ളതാണിത്. ഇത് ആപ്രിക്കോട്ട് റോസാണ്. ആപ്രിക്കോട്ട് റോസിൻ്റെ നല്ല പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ കണ്ട ഒരു ക്ലൈംബർ നമ്മുടെ ക്രീപ്പർ ജാക്കിയാണ്. പിന്നെ ഒരു പ്ലാന്റ് ഉണ്ട്, ഇതിൽ 3 കളറ് ഫ്ലവറാണ് പിടിച്ചിരിക്കുന്നത്. ബ്ലാക്കും ബ്ലാക്ക് ടൈഗറും അതുപോലെ ബ്ലാക്ക് ടൈഗറിൽ വന്നിട്ടുള്ള യെല്ലോ പോർഷൻ മാത്രമായിട്ടുള്ള യെല്ലോ ആയിട്ടും വിരിഞ്ഞിട്ടുള്ള റോസാണ്. അതങ്ങനെ എല്ലാത്തിലും കാണാറില്ല. ചിലത് ബ്ലാക്കും ബ്ലാക്ക് ടൈഗറും കാണാറുണ്ട്. പക്ഷേ 3 കളറും കൂടി വരുന്നത് വളരെ റെയറാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റ് കൂടിയുണ്ട് നമ്മുടെ കയ്യിൽ. ഇത് നമ്മുടെ അർക്ക പരിമളയാണ്. അതീവ ഹൃദ്യമായ സുഗന്ധമുള്ള അർക്ക പരിമള റോസ്. പിന്നെ ഇതിപ്പോൾ ഓർഡറിലുള്ളൊരു വീഡിയോ അല്ല, അവിടുന്ന് ഇവിടുന്നും എല്ലാം എടുത്തിട്ട് ഞാൻ ചെയ്തതാണ്. കാരണം ഇവിടെ മഴയാണ്, എനിക്കത് ഷൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു
അവസ്ഥയൊന്നുമില്ല. പക്ഷേ ചെടികളെല്ലാം വളരെ ഹാപ്പിയാണ്. കാരണം എന്തെന്നാൽ സാധാരണയായിട്ട് അവരിവിടെ വരുമ്പോഴുണ്ടാകുന്ന ഒരു പെരും ചൂടുണ്ടല്ലോ, അവരുടെ കാലാവസ്ഥയുമായി തട്ടിച്ച് നോക്കുമ്പോഴുണ്ടാകുന്ന പൊള്ളുന്ന ചൂട് ഇപ്രാവശ്യം അവർക്കില്ല. കാരണം മഴയാണ്, മഴയുടെ തണുപ്പാണ്. ഇത് ലവ്ലി ലൂയിസ് എന്ന് പറയുന്ന റോസാണ്. ഇതിൻ്റെയും ശരിക്കുള്ള കളർ നമുക്ക് ഫോണിൽ കിട്ടുന്നില്ല. നല്ല ഡാർക്കായിട്ടുള്ള ബിസ്ക്കറ്റ് കളറാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഇപ്പോൾ കണ്ട ലൈലാക്ക് വെറൈറ്റി അതെല്ലാം സോൾഡ് ഔട്ടാണ്. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള പ്ലാൻസ്. ഞാൻ പറഞ്ഞതുപോലെ ഓർഡറിലൊന്നും അല്ല ഉള്ളത്, അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഉള്ള ക്ലിപ്പിങ്സ് എല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയും വൈകും, എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല. ഇത് നമ്മുടെ ഫ്രാഗ്രൻസിൻ്റെ മഹാറാണി എന്ന് വേണമെങ്കിൽ പറയാം. മുൻപന്തിയിൽ നിൽക്കുന്ന ഫ്രാഗ്രൻസ് റോസുകളിൽ ഒരാളാണ് വയലറ്റ്. അതും എല്ലാ തവണയും വലിയ പ്ലാന്റ്സാണ് വരാറുള്ളത്. കഴിഞ്ഞ തവണ നമുക്കത് ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ബിസ്ക്കറ്റ് റോസാണ്. കുനുകുനാന്ന് പൂക്കളുണ്ടാകുന്ന ബിസ്ക്കറ്റ് റോസ്. ഇന്നലെ നമ്മുടെ ഒരു കസ്റ്റമർ ബിസ്ക്കറ്റ് റോസ് 6, 8, 9 പൂക്കൾ പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ എനിക്ക് ഇട്ട് തരികയുണ്ടായി. നമ്മുടെ പ്ലാന്റ് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ കാണുമ്പോൾ. ഇത് സെൻറ്റിമെൻ്റൽ റോസാണ്. സെൻറ്റിമെൻ്റൽ റോസൊക്കെ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ നമുക്കത് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ചെടികൾ തന്നെയാണ്. പിന്നെ ഇതെല്ലാം യെല്ലോ ക്ലൈംബർ, അതുപോലെ വയലറ്റ്, ഇത് മിഡ് നൈറ്റ് ബ്ലൂ, അങ്ങനത്തെ ഉള്ള വെറൈറ്റികളാണ്. ഇത് യെല്ലോ ക്ലൈംബറാണ്. യെല്ലോ ക്ലൈംബർ ഫ്രാഗ്രൻസ് ഉള്ള യെല്ലോ ക്ലൈംബറാണ്. അതും നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു ക്ലൈംബറാണ്. ഇത് ഫ്രാഗ്രൻസ് ഉള്ള യെല്ലോ അല്ല, ഇത് അല്ലാത്ത ഒരു യെല്ലോ ക്ലൈംബറാണ്. വേറൊരു ക്ലൈംബർ കൂടി നമുക്ക് വന്നിട്ടുണ്ട്. അത് ഫ്രാഗ്രൻസ് ഉള്ളതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വരും വഴിയെ കാണിക്കാം. ഇത് നമ്മുടെ ഈദൻ റോസാണ്. റോസുകളുടെയൊക്കെ ഭംഗി അതിൻ്റെ മൂർത്തിമത് ഭാവത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ചില റോസ് വെറൈറ്റീസിലൊന്നാണ് ഇതെല്ലാം നമുക്ക് ഇപ്പോൾ സെയിലിനുണ്ട്. പക്ഷേ അതിൻ്റെ പറയേണ്ട സംഗതി എന്താണെന്നാൽ ഇത് അത്ര വലിയ സൈസല്ല. ചെടിയുടെ വെറൈറ്റി കൊണ്ട് വില വീണിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ പ്ലാന്റ്സിനുള്ളത്. അത്ര വലുതല്ല, എന്നാൽ കുഴപ്പമില്ല, പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് തന്നെയാണ്. പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് നമ്മുടെ ഇമറാറ്റസ് ഫർറ. അത് ഷോർട്ട് വീഡിയോ വഴിയൊക്കെ കുറേ അധികം സോൾഡ് ഔട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഭയങ്കര വലിയ പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. കടയെല്ലാം വലുതായിട്ട് നല്ല മദർ പോലെ ആയിട്ടുള്ള നല്ല സൂപ്പർ അങ്ങനെയുള്ള പ്ലാന്റ്സ് വാങ്ങിയാൽ വേഗം തന്നെ വേരോടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിന് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ്, അല്ലാതെ തന്നെ റേറ്റുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇംബ്രൈറ്റസ് ഫർറ. ഇനിയുള്ളത് ബോണിക്ക റോസാണ്. ബോണിക്ക റോസിൻ്റെ ഓൺ റൂട്ട് തിരഞ്ഞ് ഇരിക്കുന്നവർക്ക് ഇപ്പോഴും നമുക്ക് സന്തോഷ വാർത്തയൊന്നും കൊടുക്കാനില്ല. ഇപ്പോഴും നമുക്ക് വന്നിട്ടുള്ളത് ഗ്രാഫ്റ്റഡ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് വളർത്തിയെടുത്ത് നിറയെ പൂക്കളുണ്ടാക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ മാർഗോ കോസ്റ്റിൻ്റെ റെഡും അതേപോലെ പിങ്കും ഉണ്ട്. ഇത് യെല്ലോ ലെമൺ റോസാണ്. പിന്നെ റെഡ് പിനാക്കിയോടെ നല്ല പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അതേപോലെ ഓറഞ്ച് ഫ്ലോറിബണ്ട, അല്ലെങ്കിൽ ജഡിക റോസ്, അതല്ലെങ്കിൽ റൂബി ഓറഞ്ച് എന്നെല്ലാം പറയുന്ന നമ്മുടെ ഈ ഒരു ബെഞ്ച് ഓറഞ്ച് സുന്ദരി വന്നിട്ടുണ്ട്. അതേപോലെ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ 1-2 പ്ലാന്റ്സ് മാത്രം നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം വളരെ കുറവാണ് ഈ അടുത്തായി കിട്ടുന്നത്. പിന്നെയുള്ളത് ഇത് നമ്മുടെ യെല്ലോ ക്ലൈംബറാണ്. യെല്ലോ ക്ലൈംബറിൻ്റെ ഫ്ലവർ മുന്നേ പ്ലാന്റ്സ് മാത്രമാണ് കാണിച്ചത്. ഇത് ഫ്ലവറാണ്. ഇതും നല്ല ഫ്രാഗ്രൻസ് ഉള്ള റോസാണ്. ഫ്രാഗ്രൻസ് ഉള്ള റോസുകൾക്ക് ഒരു പ്രത്യേക ഫാൻ ബേസാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. മണമുള്ള പൂ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാരൊക്കെ എന്നോട് പറയാറുണ്ട്, എനിക്ക് മണമുള്ളത് മാത്രം മതി മോളെ എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് എല്ലാ പേർക്കും, എല്ലാ ഏജിലുള്ളവർക്കും ഇഷ്ടമുള്ളൊരു സംഗതിയാണ് മണമുള്ള പൂക്കൾ. അപ്പോൾ പിന്നെയുള്ളത് നമ്മുടെ ഡി ലാ മാൽമാസൺ എന്നറിയപ്പെടുന്ന മറ്റൊരു മണമുള്ള സുന്ദരിയാണ്. ഇത് ഗ്രാഫ്റ്റഡിലാണ് വന്നിട്ടുള്ളത്. സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ഓൺ റൂട്ട് നമുക്ക് ഒരു അടുത്ത മാസം എല്ലാം ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കാം. ഇപ്പോൾ നമുക്ക് ബഡഡ് പ്ലാന്റ്സ് ആണ്. ഇതും സൂപ്പർ ഫ്രാഗ്രൻസ് ആണ്. ഇനി നമുക്ക് ഒരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഒരു പീച്ച് കളറിലുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ഡിയ റോസൊക്കെ പോലെയുള്ള ഒരു വെറൈറ്റിയാണിത്. പീച്ച് ലോട്ടസ് എന്നാണ് നമ്മളതിന് പേര് പറയുന്നത്. പിന്നെ
മാർഗോ ഗോസ്റ്റിൻ്റെ മിനിയേച്ചർ, ഡാർക്ക് പിങ്ക് മിനിയേച്ചർ, കുറെ കൊലയായിട്ട് പൂക്കളുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഈ ഫെയറി റോസുകൾക്ക്, ഇതും ഫെയറി ടൈപ്പ് തന്നെയാണ്, ഫെയറി റോസുകൾ നിറയെ പൂക്കാറുണ്ട്. അതേപോലെ കൊൽക്കട്ട 300 ഇതും ഫ്രാഗ്രൻസിൻ്റെ രാജകുമാരി തന്നെയാണ്. അതേപോലെ ഇത് പെർഫ്യൂം ബ്രീസ്, പക്ഷേ ഫ്രാഗ്രൻസ് ഇല്ല, പേരിൽ മാത്രമേ ഉള്ളൂ ഫ്രാഗ്രൻസ്. അതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇതും അതേപോലെ മറ്റൊരു ഫെയറിയാണ്, അത് സെൻറ്റിമെൻ്റൽ ക്ലൈംബർ. അതും നല്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് സെൻറ്റിമെൻ്റൽ ക്ലൈംബർ വിരിയാറുള്ളത്. വൈറ്റ് കളർ കുറച്ച് കുറവായിരിക്കും, പക്ഷേ ഭയങ്കര സൗന്ദര്യമാണ്. ഇതിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ചെടികളാണ്, കുറച്ച് പൊക്കം കുറഞ്ഞ് ബുഷായിട്ടുള്ള ചെടികളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇത് ഒരെണ്ണം മാത്രമാണ് വലുതായിട്ടുള്ളത്. അപ്പോൾ സെൻറ്റിമെൻ്റൽ ക്ലൈംബർ നമുക്ക് സെയിലിനായിട്ടുണ്ട്. പിന്നെയുള്ളത് പീച്ച് ക്രിക്കറി റോസാണ്. പീച്ച് ക്രിക്കറി റോസിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. എല്ലാം കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർട്ട് എന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ കാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കാറ്റലോഗാണ്. കാറ്റലോഗിൽ ഇതെല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ നോക്കിയാൽ കാണാൻ പറ്റും. കാറ്റലോഗിലത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതിനകത്ത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിൻ്റെയും കൂടെ ഓൺ റൂട്ടഡ് അതല്ലെങ്കിൽ നാടൻ എന്ന് ഉറപ്പായിട്ടും ചേർത്തിട്ടുണ്ടാവും. അങ്ങനെ ചേർത്തിട്ടില്ലാത്തതെല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ്. പിന്നെ ഹെറോഗേറ്റ് ഈ പ്രാവശ്യം നമുക്ക് വളരെ കുറവാണ് വന്നിരിക്കുന്നത്. ഇത് സ്റ്റോക്ക് ഔട്ട് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതൊരു ക്ലൈംബിംഗ് ടൈപ്പാണ്, അത്യാവശ്യം ഫ്രാഗ്രൻസ് ഉള്ള റോസാണ്. അപ്പോൾ ഹെറോഗേറ്റ് കഴിഞ്ഞ തവണ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്നാൽ, ഇപ്രാവശ്യം നമുക്ക് 5 ലിറ്ററും 5 ലിറ്ററിൻ്റെ 8 ഇഞ്ചിൻ്റെ റേറ്റുള്ള 5 ലിറ്ററും ഒക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. പോട്ട് സൈസ് പ്ലാന്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഇപ്രാവശ്യം നമുക്ക് വിലയെല്ലാം കുറച്ചിടാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് മാനസ റോസുകളാണ്. മാനസ നമുക്ക് എല്ലാ തവണയും സെയിലിന് വരാറുള്ളതാണ്. സ്ട്രൈപ്സ് റോസുകളിൽ ഇപ്പോൾ എല്ലാ പേർക്കും ആവശ്യമുള്ള ഡിമാൻഡഡ് ആയിട്ടുള്ള റോസാണ് മാനസ റോസ്. അപ്പോൾ അത് ഉണ്ട്. ഇത് കഴിഞ്ഞ തവണ തികയാതെ പോയ റോസുകളിലൊന്നാണ്. ഇപ്രാവശ്യം അത് ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമാണ്. എല്ലാ വെറൈറ്റിയുടെയും കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് എടുക്കുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ്. പിന്നെ ഇത് ബിസ്ക്കറ്റ് റോസാണ്. ബിസ്ക്കറ്റ് റോസ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റ് റോസിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ ലെമൺ, ഓറഞ്ച്, യെല്ലോ റോസസും, അത് മറ്റൊരു സ്ട്രൈപ്സ് റോസാണ്. സ്ട്രൈപ്സ് റോസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ വെറൈറ്റീസ് എല്ലാ തവണയും നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ്. പിന്നെ പലരും ഒരെണ്ണം മാറ്റി വെച്ചിട്ട് അടുത്ത തവണ വരുമ്പോൾ ഇതും കൂടി ചേർത്തിട്ട് അയച്ചു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്നും നമുക്ക് ഒരിക്കലും പോസിബിളായിട്ടുള്ളൊരു സംഗതിയല്ല. അപ്പോൾ വരുന്നത് അപ്പോൾ വാങ്ങുക എന്നുള്ളതാണ്. റോസ് മാറ്റി വെച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഹണി ഡിജിൻ അല്ലെങ്കിൽ ഗോൾഡൻ റോസ് എന്നെല്ലാം അറിയപ്പെടുന്ന റോസാണ് നമ്മളിപ്പോൾ കണ്ടുപോയത്. അതിൻ്റെ ഏതാനും പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ബ്ലാക്ക് ടൈഗർ റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് റോസും സെയിലിനായിട്ടുണ്ട്. ഹണി ഡിജിനെ കുറിച്ച് പറയാൻ, ഹണി ഡിജിൻ ഗോൾഡൻ കളറിലുള്ള റോസാണ്. അത് കൊഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്തൊരു ടൈപ്പിലുള്ള കളറിലേക്ക് മാറും. അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് പീച്ച് റോസാണ്. നമ്മുടെ നാട്ടിൽ നന്നായി പൂക്കളുണ്ടാകുന്ന, വലിയ കെയറിങ് ഒന്നും വേണ്ടാത്ത ഒരു റോസ് വെറൈറ്റിയാണ്. ബെഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന, ഒരു പരാതിയില്ലാത്ത ഒരു പ്ലാന്റാണ്. അതേപോലെയാണ് നമ്മുടെ അഹല്യ കസിൻ ബ്രദർ എന്ന റോസും. അതും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്ലാന്റ്സസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അതെല്ലാം. അതേപോലെ ഡബിൾ ഡിലൈറ്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ബേബി റൊമാൻറ്റിക്ക റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം എല്ലാം നല്ല പ്ലാന്റ്സ് തന്നെയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ജഡിക ഓറഞ്ച്, അതല്ലെങ്കിൽ ഓറഞ്ച് ഫ്ലോറിബണ്ട ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ര ഓർഡറിലല്ല വീഡിയോ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെയാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് ഇതിൻ്റേത് സെയിലിനായിട്ട് ഉള്ളത്. ഇതാണ് നമ്മുടെ ജഡിക ഓറഞ്ച് റോസ് അല്ലെങ്കിൽ ഓറഞ്ച് ഫ്ലോറിബണ്ട റോസിൻ്റെ പ്ലാന്റ് സൈസ്. പിന്നെ പറയാനുള്ളത് ഇത് നമ്മുടെ സ്ട്രൈപ്സ് റോസാണ്. നമ്മുടെ നോർമൽ വെറൈറ്റീസ് ആയിട്ടുള്ള മാംഗോ യെല്ലോ, അതുപോലെ റെഡ് പിനാക്കിയോ, പീസ ലവ് റോസുകൾ,
ഇതെല്ലാം നമുക്ക് ഇത്തവണ സെയിലിന് വന്നു. മാംഗോയിലോ ഇപ്പോൾ നമുക്ക് കുറച്ച് അധികം പ്ലാന്റ്സ് സോൾഡ് ഔട്ടാണ്. പീസ് ആൻഡ് ലവിൻ്റെ വലിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ മാർഗോ കോസ്റ്റ് റോസുകൾ 2 കളർ വന്നിട്ടുണ്ട്, അതായത് റെഡ് അതേപോലെ പിങ്ക് വൈറ്റ് വന്നിട്ടുണ്ട്. ഈ ഓറഞ്ച് കളറിൻ്റെ ചെറിയൊരു പ്ലാന്റ് മാത്രമാണ് വന്നിട്ടുള്ളത്, ഓറഞ്ച് മാർഗോ കോസ്റ്റ്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു വെറൈറ്റിയാണ്. ഫ്രാഗ്രൻസുകളിൽ മുമ്പിൽ നിൽക്കുന്ന ഒരുപാട് റോസുകളുണ്ട്. ഇപ്പോൾ നമുക്കുള്ളതിനെ ചൊല്ലി ഞാൻ പ്രത്യേകമായിട്ട് മറ്റൊരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുപോയത് ലൈറ്റ് ലൈലാക്ക് കളറിലുള്ളത് ലാഗർ ഫീൽഡ് എന്ന റോസാണ്. ലാഗർ ഫീൽഡ് എന്നാൽ അത് അസാധ്യ മണമുള്ള റോസാണ്. മണം മാത്രമല്ല, അതിൻ്റെ കളറും ഭയങ്കര റെയറാണ്. വൈറ്റാണോ അല്ല, എന്നാൽ ലൈലാക്കാണോ അല്ല, അങ്ങനത്തെ ഉള്ളൊരു കളറാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൽക്കട്ട റോസിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ്. കൽക്കട്ട റോസും ഇതേപോലെ ഫ്രാഗ്രൻസ് ഉള്ള വെറൈറ്റിയാണ്. അതേപോലെ ഡബിൾ ഡിലൈറ്റ് റോസുകളും നമുക്ക് ഇത്തവണ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഇപ്രാവശ്യം അതേപോലെ കപ്പ് ഷേപ്പ് ബ്യൂട്ടിയും നമുക്ക് ഇപ്രാവശ്യം സെയിലിനായിട്ട് ഉണ്ട്. കപ്പ് ഷേപ്പ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളൊരു റോസ് വെറൈറ്റിയാണ്. ഇത് നല്ല കപ്പ് പോലെയാണ് ഉണ്ടാകുന്നത്. അതും ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കളർ ഡബിൾ ഷെയ്ഡ് കളറും കൂടി നമുക്ക് ഭയങ്കര ഭംഗിയായിട്ടുള്ള റോസാണ്. അതും ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടെ സെയിലിന് വരാറുള്ള വെറൈറ്റീസ് തന്നെയാണ്. പിന്നെയുള്ളത് നമ്മുടെ ക്രീപ്പർ ജാക്കി. അതിൻ്റെ നല്ല വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. പ്ലാന്റ് സൈസ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ക്രീപ്പർ ജാക്കി നമ്മുടെ ക്ലൈമ്പിംഗ് റോസുകളിൽ ഒരു പ്രധാനിയാണ്. ഇത് നമ്മുടെ കരിഷ്മ റോസാണ്. ഇത് ഗ്രാഫ്റ്റർ പ്ലാന്റ്സ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ മാംഗോ യെല്ലോ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. മാംഗോ യെല്ലോയും അതുപോലെ റെഡ് പിനാക്കിയോയും അതുപോലെ നോർമൽ വെറൈറ്റീസ് കുറച്ചെല്ലാം നമുക്ക് ഇപ്രാവശ്യം സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ട് വരുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് അനുസരിച്ച് എനിക്ക് വില കുറച്ച് കിട്ടിയിട്ടല്ല, പക്ഷേ സൈസ് കുറയും തോറും, അതായത് ആദ്യമൊക്കെ നമ്മൾ നല്ലത് മാറ്റിയെടുക്കുമ്പോൾ പിന്നെ വരുന്നത് നല്ലതായിരിക്കും, പക്ഷേ സൈസ് കുറച്ച് കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ റേറ്റ് കുറച്ചിടാറുണ്ട്. പിന്നെ അത് പലരും ചോദിക്കും, അയ്യോ അപ്പോൾ എനിക്ക് അത്രയുമാണോ കിട്ടിയത്? നമ്മളെക്കുറിച്ച് റെഗുലർലി പർച്ചേസ് ചെയ്യാത്തവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടെൻഷൻ വേണ്ട. പ്ലാന്റ്സിൻ്റെ സൈസിനനുസരിച്ച് കുറച്ച് വില കുറച്ചിടുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ സൂപ്പർ ഫ്രാഗ്രൻസ് ഉള്ള വയലറ്റ് റോസ്. ഞാൻ നേരത്തെ ഇത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വീഡിയോയിലെല്ലാം റിപ്പീറ്റ് വരുന്നുണ്ട്. ഇത്തവണത്തെ വീഡിയോ അങ്ങനെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ, അതായത് ഇതിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രാഗ്രൻസ് മൂക്കിലടിക്കുന്ന സൈസുള്ള ഒരു റോസാണിത്. ചില പൂക്കളൊക്കെ കൊണ്ടുവരുന്ന ടൈമിൽ നമ്മളൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ അത് മൂക്കടിക്കാന്നല്ല, കണ്ണടഞ്ഞു പോകുന്ന, എങ്ങനെ പറയണ്ടതെന്ന് അറിയത്തില്ല, അങ്ങനെയുള്ള റോസുകളിലൊന്നാണ് ഈ വയലറ്റ് ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ഫ്രാഗ്രൻറ്റ് പ്ലം എന്നറിയപ്പെടുന്ന റോസ്. പിന്നെ ഇത് നിറം കൊണ്ട് ഫേമസ് ആയിട്ടുള്ള റോസാണ് നമ്മുടെ ബിസ്ക്കറ്റ് റോസ്. ഇതും നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാം റിപ്പീറ്റ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് പൂക്കൾ കാണാമല്ലോ എന്ന് വെച്ചതുകൊണ്ട് ഞാനത് മാറ്റാതിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സും നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഉണ്ട്. പിന്നെ സെൻറ്റിമെൻ്റൽ റോസ് ഞാൻ കാണിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. സെൻറ്റിമെൻ്റൽ റോസ് എന്നാൽ സ്ട്രൈപ്സ് റോസാണ്. നമ്മൾ പഴയ കാലത്തെല്ലാം പിങ്ക് ടൈഗർ എന്നാണ് പറയുന്നത്. പഴയ കാലത്ത് ആദ്യമായിട്ടൊക്കെ വരുന്ന സ്ട്രൈപ്സ് റോസുകളിൽ ഒരാളാണ്. നമുക്കൊരിക്കലും മറക്കാൻ പറ്റുന്ന ആളല്ല. പണ്ടെല്ലാം ഡബിൾ ഷെയ്ഡ് എന്നാൽ നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ ഒരു റോസാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് എല്ലാം മഴയത്തിങ്ങനെ നനഞ്ഞ് കുളിർന്ന് സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അവർക്ക് പ്രശ്നമൊന്നുമില്ല. മഴ അധികമാകുമ്പോഴാണല്ലോ എല്ലാം പ്രശ്നമാകുന്നത്. ഇത് അർക്ക പരിമള, മറ്റൊരു ഫ്രാഗ്രൻറ്റ് റോസാണ്. നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് പിങ്ക് കളറിലേക്ക് മാറുന്ന വളരെ വിസ്മയിപ്പിക്കുന്ന ഒരു റോസാണ്. അവിടെയെല്ലാം നല്ല റെഡ് കളറിലാണ് ഉണ്ടാകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂക്കുന്ന അഹല്യ യെല്ലോ റോസിൻ്റെ പ്ലാന്റ് സൈസ്. ഈ കാണുന്നത് ലവ്ലി ലൂയിസ് റോസാണ്. അത് മറ്റൊരു ബിസ്ക്കറ്റ് റോസാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പൂക്കളുണ്ടാകും. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതെല്ലാം ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോരോ വെറൈറ്റീസാണ്. അത് റെഡ് മാർഗോ കോസ്റ്റാണ്. ഇത് വൈറ്റ് പിങ്ക് മാർഗോ കോസ്റ്റാണ്. എല്ലായ്പ്പോഴും നമുക്ക് പ്ലാന്റ് സൈസ് കാണിച്ച് വീഡിയോ ഇടാനായിട്ട് ചിലപ്പോൾ
അധികം ഉണ്ടാകാറില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു ക്ലൈംബിംഗ് റോസ്. ഇതിൻ്റെ ഫ്ലവർ, ഇതിന് ഫ്രാഗ്രൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ മഴ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഒന്നും സ്മെല്ല് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് ടൈഗർ റോസിൻ്റെ സൈസാണ്. നമ്മളുടെ പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർക്കൊന്നും അത്ര ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. റെഗുലർലി വാങ്ങിക്കുന്നവർക്കും 1 തവണ 2 തവണ വാങ്ങിക്കുന്നവർക്കും നമ്മുടെ പ്ലാന്റ്സിൻ്റെ അവസ്ഥകളെല്ലാം മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് ഈ പുതുതായി വരുന്നവർക്ക് അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പ്ലാന്റ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ എന്നോട് പറയാവുന്നതാണ്. ഞാൻ തന്നെ അതിന് റിപ്ലൈ ഇടുകയും ചെയ്യും. പിന്നെ ഇത് ബ്ലാക്ക് റോസിൻ്റെ സൈസാണ്. ഡബിൾ ഡിലൈറ്റ് എല്ലാ പ്ലാന്റ്സും നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് മറ്റൊരു കപ്പ് ഷേപ്പിലുള്ള വൈറ്റ് റോസാണ്. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചെന്നപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. ഇതൊരു ഡിയ റോസ് പോലെയുണ്ട്. ഇതിൻ്റെ ഐഡിയ അറിയുന്നവരുണ്ടെങ്കിൽ പറയുക. ഒരു കപ്പ് ഷേപ്പാണ്. കപ്പ് ഷേപ്പല്ല, ഇത് നിറച്ച് ഇതളോട് കൂടിയിട്ടുള്ള ഒരു ഡിയ വെറൈറ്റി പോലെയുണ്ട്. പിന്നെ ഇത് ബ്രിട്ടീഷ് ക്യൂൻ നമുക്ക് നാടനും ഉണ്ട്, ഓൺ റൂട്ടും ഉണ്ട്, അതുപോലെ ഗ്രാഫ്റ്റിങ്ങും ഉണ്ട്. രണ്ടും സൂപ്പർ പ്ലാന്റ്സ് ആണ്. ഇത് നമ്മുടെ ഡീല മാൽമേഷൻ, ഇത് ക്രീപ്പർ ജാക്കി, എല്ലാം ഓടിച്ചൊരു വീഡിയോ എടുത്താണ് ഇത്തവണ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഹണി ഡിജിൻ്റെ കൊഴിയാറാവുമ്പോഴുള്ള ഒരു ലുക്കാണ്. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള കളർ. ഇത് ഓറഞ്ച് ഫ്ലോറിബണ്ട റോസിൻ്റെ പ്ലാന്റ് സൈസ്. ഒരിക്കലും ഞാൻ വിട്ടു പോകരുതാത്തൊരു പ്ലാന്റ് ആയിരുന്നു നാടൻ പ്ലാന്റിൽ പനിനീർ റോസുകൾ. നാടൻ പനിനീർ റോസുകൾ, അതായത് നമ്മുടെ ക്ലൈംബർ പോലെ മേലോട്ട് പൊന്തിപ്പോകുന്ന പനിനീർ റോസുകളല്ല, അല്ലാതെ നമ്മുടെ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിറയെ മുട്ടുകൾ വരുന്ന പനിനീർ റോസുകൾ നമുക്ക് അവൈലബിൾ ആയിരുന്നു. പക്ഷേ അതെനിക്ക് നാടൻ വീഡിയോയിൽ പറയാൻ കഴിഞ്ഞില്ല. അത് ഒരു മറവിയിൽ സംഭവിച്ചതാണ്, വിട്ടുപോയതാണ്. ഒരിക്കലും മറക്കാൻ പാടില്ല നാടൻ പ്ലാന്റ്സിൽ നാടൻ പനിനീര്. പക്ഷേ അത് നമുക്ക് സെയിലിനായിട്ടുണ്ട്. കഴിഞ്ഞ തവണ വന്നതിൽ നിന്നും ഇപ്പോൾ പ്ലാന്റ് സൈസും അതേപോലെ പോട്ട് സൈസും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വിലയും വ്യത്യാസമുണ്ട്. ഇത് പ്രിയതമ റോസുകളാണ്, അല്ലെങ്കിൽ ബിവിച്ച് റോസുകളാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ നമുക്ക് ഐശ്വര്യ റോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐശ്വര്യ റോസിൻ്റെ ഐശ്വര്യമുള്ള ആ ഒരു പ്ലാന്റ് സൈസെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏകദേശം എല്ലാ വെറൈറ്റീസും കാണിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, അതല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടൂ, അതുപോലെ ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.